E/M റേഷ്യോ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് ട്യൂബാണ്. ഡിസ്ചാർജ് ട്യൂബിൻ്റെ എൻഡിൽ വീണ്ടും ഒരു വലിയ ഫ്ലൂറസെൻ്റ് സ്ക്രീൻ, അതിൻ്റെ കൂടൊപ്പം എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാനുള്ള ഡയറക്ഷനുണ്ട്, അപ്പാരറ്റസ് ഉണ്ട്. ഇവിടെ നോക്കി, ഇതിൽ ദ്വാരങ്ങളുള്ള ആനോഡാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് കാരണം നാരോ ബീം ഓഫ് ഇലക്ട്രിസിറ്റി, ഒരു കാഥോഡ് റേസ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഒത്തിരി വന്നാൽ നമുക്കത് മൂവ് ചെയ്യുന്നത് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നാരോ ബീമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ അത് വന്നൊരു ഡോട്ട് പ്രൊഡ്യൂസ് ചെയ്തു, കണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയറക്ഷനിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. കണ്ടോ, പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റിനെ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതിന് രണ്ടിനും ഒരു ചാർജ്, ബാറ്ററിയുടെ ചാർജുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ ബാറ്ററിയുടെ ചാർജുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മേളത്തത് പോസിറ്റീവും താഴത്തത് നെഗറ്റീവിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഈ റേസിന് എന്ത് സംഭവിക്കുന്നു നോക്കൂ. ഈ റേസ് ഇരുന്ന ഡയറക്ഷനിൽ നിന്ന് പൊങ്ങി മാറിപ്പോയി. അപ്പോൾ ഇവിടെ കൊടുത്ത ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇ ഇൻറ്റു ഇ എന്ന ഒരു ഫോഴ്സാണ് കൊടുത്തത്. ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഒരു യൂണിറ്റാണ്. ഇനി ഇതിന് ശേഷം ഈ മൂവ് ചെയ്ത പാർട്ടിക്കിളിനെ എനിക്ക് ഇവിടെ നിന്നും താഴേക്ക് കൊണ്ടുവരണം, പഴയ പൊസിഷനിൽ കൊണ്ടുവരണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം, എനിക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് നേരെ എതിർദിശയിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കൂ, ഈ റേ നേരെ തലയിലോട്ട് വരുന്നു. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും സെയിം ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവ ഇക്വേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു E/M റേഷ്യോ കണ്ടുപിടിക്കുന്നത്. E/M റേഷ്യോ കണ്ടുപിടിക്കുന്നത്.